20 വർഷക്കാലമായി സംഗീത രംഗത്ത് തൻ്റെ പ്രതിഭ തെളിയിക്കുന്ന വ്യക്തിയാണ് മുരളി ചേമഞ്ചേരി. കുടുംബപരമായി ലഭിച്ച വാസന നാട്ടുകാർക്ക് വളരെ പരിചിതനാണ്. എന്നാൽ മുരളിയുടെ കഴിവ് പുറം ലോകം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന ദുഃഖവും മുരളിക്കുണ്ട്. കണ്ണാടിയുടെ മറ്റൊരു ലേഖത്തിലേക്ക് സ്വാഗതം. നല്ലൊരു തെയ്യം കലാകാരൻ, അഭിനയവും മിമിക്രിയുമുണ്ട്. അതിലേറെ പ്രാവീണ്യം മൃദംഗം, ഘടം, തബല, തകിൽ, ഇടയ്ക്ക, ഗഞ്ചിറ, ചെണ്ട, വെസ്റ്റേൺ ഡ്രം എന്നീ ഉപകരണങ്ങളിൽ. ഒരു കലാഗ്രാമമായ കോഴിക്കോട് ചേമഞ്ചേരിയിൽ തെയ്യം കലാകാരനായിരുന്ന നാണുവിൻ്റെ മകനാണ് മുരളി. സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. എന്നാൽ അതിനുശേഷം മുരളിയെ വളർത്താൻ ആൾക്കാരുണ്ടായില്ല. ഒരു കാലത്ത് വളരെ ശ്രേഷ്ഠമായ കലാപാരമ്പര്യങ്ങൾക്ക് ജന്മം നൽകിയ ഒരു മണ്ണും ഒരു വീടുമാണത്. അതിലെ തലമുറയിൽപ്പെട്ട ഞങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനും എൻ്റെ സഹോദരന്മാരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ പഠിച്ചെടുത്തത്. വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ്. 9ഓളം ഉപകരണങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10ഓളം കാര്യങ്ങൾ ചേർത്തിട്ടൊരു ഫ്യൂഷൻ ചെയ്തു. പക്ഷെ അതൊന്നും പ്രാവർത്തികമായിട്ട് മേഖലയിൽ എത്തിപ്പെട്ടില്ല. എനിക്കൊരുപാട് സാധ്യതകൾ ചെയ്യാൻ പറ്റും. ഈ 10 ഐറ്റം വെച്ചിട്ട് തെയ്യമാണ് എൻ്റെ പ്രധാനം. ഞങ്ങൾ പാരമ്പര്യമായിട്ട് തെയ്യം കലാകാരന്മാരാണ്. അപ്പോൾ തെയ്യത്തിലൂടെയാണ് എൻ്റെ അച്ഛനും എൻ്റെ സഹോദരന്മാരൊക്കെ ഭജനകൾ പാടി, തബല പഠിച്ചു, മൃദംഗം പഠിച്ചു. അങ്ങനെ ഒരു ഓൾ ഇൻ ഓൾ പല ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും എവിടെയും ഞാൻ എത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഇതിൽ തന്നെ നിൽക്കണം. കാരണം ഇതിനോടുള്ളൊരു വല്ലാതൊരു ഭ്രമം ആണ് എൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പം നിൽക്കുന്നത്. ഞാനിപ്പോൾ തബല, മൃദംഗം, ചെണ്ട, തകില്, ഇടയ്ക്ക, ഗഞ്ചിറ, ഘടം അങ്ങനെയുള്ള ഒരു 9 ഉപകരണങ്ങൾ സ്വന്തമായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്യാനുള്ള കഴിവ് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഭജനകൾ പാടിയിട്ടുണ്ട് ഒരുപാട്. എൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരൊക്കെ ഭജനകൾ വളരെ പ്രസിദ്ധന്മാരായിരുന്നു. രാമചന്ദ്രൻ, ശ്രീധരൻ ഭജനകൾ, അതായത് തനതായ ഭജനകൾ പാടി പാടി പതിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഗായകനൊക്കെ ആയിട്ടുള്ളത്. ഭജ ഭജ മാനസ രാഘവേന്ദ്രം, ഭജ ഭജ മാനസ രാഘവേന്ദ്രം. വേദികൾ കിട്ടാഞ്ഞിട്ടാണ്. കാരണം നാട്ടിൽ തീരെ ഒരു പ്രാധാന്യം കിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ 10 ഐറ്റം വെച്ച പ്രോഗ്രാം ബോംബെയിൽ ചെയ്തപ്പോൾ എനിക്ക് ബോംബെയിലുള്ള ഒരു ഉത്തം കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘാടകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് ഒരു അവാർഡൊക്കെ തന്ന് എനിക്കൊരു അവാർഡ് തന്ന് ആദരിച്ചു. ഇപ്പം നാട്ടിൽ ഒരുപാട് സംഘടനകൾക്ക് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊന്നും ഒരു പ്രാമുഖ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അവരൊന്നും ഒരു പ്രാധാന്യം എനിക്ക് നൽകിയിട്ടില്ല. ഇവിടെ തന്നെ ഒരുപാട് പ്രശസ്തരുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഫ്ലൂട്ട് വായിച്ച ശശി മാസ്റ്റർ എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്, എന്നെ പഠിപ്പിച്ച അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം ഒരു കാലത്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഫെയിം ആയിട്ടുള്ള കലാകാരന്മാർ ഇവിടെയുണ്ട്. ഇന്നിവിടെ വന്ന ഗസ്റ്റായിട്ട് വന്ന സത്യേന്ദ്ര മുൽക്കാവ്, പിന്നെ സുരേഷ് ബാബു എൻ്റെ അടുത്തടുത്ത ആൾക്കാരാണ്. ഇപ്പോൾ ഇലത്താളംകുട്ടി കണാരേട്ടൻ, അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുവാൻ കഴിയണമെങ്കിൽ എനിക്ക് വേദികൾ കിട്ടണം. ഞാൻ ചെയ്യാത്ത ജോലികളില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നന്നാവുക. അവസാനം ഞാൻ ചെയ്ത മെഡിക്കൽ റെപ്രസെൻ്റ് ജോലിയായിരുന്നു. അതും എൻ്റെ ഗുജറാത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് 2 ആഴ്ച ലീവ് വന്നപ്പോൾ എൻ്റെ ആ ജോലിയും പോയി. ഇപ്പം എനിക്കൊരു തൊഴിലുമില്ല. ഈ ഒരു വരുമാനം മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. ഇവിടുത്തെ ഈ മണ്ണിൻ്റെ അനുഗ്രഹം കൊണ്ടും അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടൊക്കെ ഈ കഴിവുകൾ എനിക്ക് പുറം ലോകത്ത് കാണിക്കണം. കാണിച്ചിട്ട് എനിക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ. വേറെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. ഏത് കലാകാരൻ്റെയും ആഗ്രഹമാണ് നാട്ടിന് പുറത്ത് തൻ്റെ കഴിവ് തെളിയിക്കുക എന്നത്. അതിനായി നല്ല വേദികൾ വേണം. അത് നടക്കുന്നില്ല. മുരളിയുടെ ആ ദുഃഖം അമ്മയും പങ്കിടുന്നു. ദൈവത്തിൻ്റെ കഴിവാണ്. അത് ഓനൊന്ന് നന്നായി കാണണം, അതാണ് കാര്യമായിട്ടുള്ളത്.
പല കഷ്ടപ്പാടുകളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ മരിച്ച്, അച്ഛൻ ഭയങ്കര തെയ്യക്കാരനായിരുന്നു. തെയ്യം പല കലകളും അച്ഛനറിയാം, പല തെയ്യക്കോലങ്ങളും ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അവന് സ്കൂളിൽ പഠിച്ച് പിന്നെ പഠിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അച്ഛൻ മരിച്ച്, 2 പെങ്ങന്മാരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി. പിന്നെ അങ്ങനെ മുരളി ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമാണ്. മുരളി വേണ്ടത്ര പരിഗണിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും മുരളി ഉയരങ്ങളിലെത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഒരുപാട് വേദികളിലേക്ക് ഈ ഒരു സാധ്യതകൾ വെച്ചിട്ട് പല സംഗതികളും കമ്പോസ് ചെയ്യാനൊക്കെയുള്ള കഴിവ് മുരളിക്കുണ്ട്. അപ്പം അത് കിട്ടാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ തേടിപ്പോവാത്തതുകൊണ്ടാണോ ചോദിച്ചാൽ അതൊരു വേറൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഈ കലാകാരന്മാർക്കുള്ളൊരു പ്രശ്നം വെച്ചാൽ ഇതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പലതിൻ്റെ വയ്യ ഓടി നടക്കാനും അവിടെ ഇവിടെ നിൽക്കാനും നമുക്ക് സാധിച്ചു എന്ന് വരില്ല. ഈ ഒരു പ്രശ്നം മുരളിക്കുന്നുണ്ട്. കാരണം മുരളി അത് ഒരു ശുദ്ധ കലാകാരനാണ്. അവസരങ്ങൾക്ക് വേണ്ടി പുറകെ ഓടാൻ ഇപ്പോഴും മുരളിക്ക് സാധിച്ചില്ല. ഇതൊക്കെ എനിക്ക് എൻ്റെ ഈ കലാ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളാണ് ഇതൊക്കെ. ഇത് സംസ്ഥാനത്തിലുണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, പുറത്തും പല സർട്ടിഫിക്കറ്റ്സൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഒന്നിലും ഞാൻ എത്തിയില്ല എന്നൊരു വല്ലാത്ത സങ്കടം. നാട്ടിൽ നിന്ന് ഒരുപാട് സംഘടനകൾക്കും ക്ലബ്ബുകൾക്കും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കൊരു അംഗീകാരം കിട്ടിയപ്പോൾ എന്നെ ആരും സഹായിച്ചില്ല. ആ ഒരു പ്രയാസമാണ് ഇപ്പോൾ ഉള്ളത്. സ്വപ്നം തേജിച്ചാൽ സ്വർഗ്ഗം ലഭിക്കും. ഒന്നിലും എത്താത്തത് മുരളിയുടെ തെറ്റല്ല. എത്തിപ്പെടാൻ വഴികൾ തുറക്കുന്നില്ല. ആഗ്രഹം വെടിയുന്നില്ല മുരളി. എന്നാലും നിസ്സഹായത ഇടയ്ക്കിടെ ഈ കലാകാരനെ തളർത്തുന്നു. ഇങ്ങനെ ആകേണ്ടതല്ല എന്ന ചിന്ത വളരുന്നു. കണ്ണീരിൽ മുങ്ങിയ പാട്ടുപാടാം എന്നും